Dear students, നമ്മൾ ആപ്ലിക്കബിൾ മാത്തമാറ്റിക്സ് ഓപ്പൺ കോഴ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ദാറ്റ് ഈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എൻ എക്സ്പ്രഷൻ ഇൻവോൾവിങ് ഈക്വൽ ടു സൈൻ. ഈക്വൽ ടു സൈൻ ഉള്ള ഏതൊരു എക്സ്പ്രഷനെയും നമ്മൾ ഇക്വേഷൻ എന്നാണ് പറയാം. അപ്പോൾ ഒരു സപ്പോസ് ഒരു ഇക്വേഷൻ, അതിൽ ഞാൻ ഒരു ഫങ്ഷൻ, ഒരു സിംഗിൾ വേരിയബിൾ ഫങ്ഷൻ ഇസ് ഈക്വൽ ടു സംതിങ് സേ 0 എന്ന് എഴുതാണ്. ഇതൊരു ഇക്വേഷൻ ആണ്. ദിസ് ഇസ് എൻ ഇക്വേഷൻ ഇൻ സിംഗിൾ വേരിയബിൾ എക്സ്. എക്സ് എന്നുള്ള ഒരൊറ്റ ഫങ്ഷൻ, ഒരു വേരിയബിൾ ഉള്ള ഒരു ഫങ്ഷനാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ this is an equation involving one variable x. And in particular ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ആണ്. ഈ പോളിനോമിയൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പവർ ഫങ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. പവർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിന്റെ പവേഴ്സ്, എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ പവർ ഫങ്ഷൻസ് എന്ന് പറയുക, എക്സ് റേസ് ടു എൻ ഇൻ ജനറൽ. ആൻഡ് അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 4 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ജനറലി സം കോൺസ്റ്റന്റ് പ്ലസ് സംതിങ് ഇൻറ്റു എക്സ് പ്ലസ് സംതിങ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സംതിങ് ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെയാണ് നമ്മൾ പോളിനോമിയൽ ഫങ്ഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 where f of x is a polynomial is known as a polynomial equation. That is known as a polynomial equation. Okay, now ഈ polynomial equation ഡിഗ്രി എന്ന് പറയുന്നത് This is what we mean by polynomial equation. Polynomial equation is an equation of the form f of x equal to 0 where f of x is a polynomial. Now polynomial is a function of the form f of x is equal to some constant plus something into x plus something into x square plus etc plus n x raised to n. If this n is non-zero, we can say that x raised to n, an x raised to n is the highest degree term അല്ലെങ്കിൽ highest power ഉള്ള term എന്ന് പറയുന്നത് ഇവിടെ an x raised to n എന്നുള്ളതാണ്. if provided an is non-zero. അങ്ങനെയാണെങ്കിൽ ആ ഹയസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഹയസ്റ്റ് പവർ ഓഫ് ദി highest power functions involved in that polynomial. ആ പോളിനോമിയലിലെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പവർ ഫങ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. ആ പവർ ഫങ്ഷൻസിൽ ഹയസ്റ്റ് പവർ ഉള്ള പവർ ഫങ്ഷന്റെ ആ പവർ എക്സ്പോണന്റിനെയാണ് നമ്മൾ ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. n is the degree of polynomial, okay, f of x. Now if degree is 1, we say that it's a linear polynomial. But degree 1 ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ എക്സിന്റെ പവർ എന്ന് പറയുന്നത് എക്സ് എന്നുള്ളത് മാത്രമായിരിക്കും. എക്സ് സ്ക്വയറോ എക്സ് ക്യൂബോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ലീനിയർ പോളിനോമിയൽ ഇസ് എ പോളിനോമിയൽ ഓഫ് ദ ഫോം സംതിങ് ഇൻറ്റു എക്സ് പ്ലസ് സം കോൺസ്റ്റന്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2x plus 3 is a linear polynomial. Okay. So a linear polynomial is equated to 0. This is an equation. It's an expression involving equal to sign. Such an expression is known as a linear equation. This is an equation of the form some linear polynomial is equal to 0. So this is a linear equation. And it is very easy to solve a linear equation. Linear equation എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഇവിടുത്തെ എക്സ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Solving an equation means finding the value of the variable for which the equation is satisfied. Solve എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? Solve an equation means
means to find the value of the variable for which this equation is satisfied. Okay, so if 2x plus 3 is equal to 0, to solve this equation, since 2x plus 3 0 ആണെങ്കിൽ 2x എന്ന് പറയുന്നത് minus 3 ആയിരിക്കും അല്ലേ? Just subtract 3 from both sides of the equation, then you will get the value of 2x. 2x നോട് 3 കൂട്ടിയാൽ 0 കിട്ടും എങ്കിൽ 2x plus 3 എന്ന് 3 കുറച്ചാൽ you will get 2x. 2x is 0 minus 3, which is minus 3. So clearly what is x? 2x minus 3 ആണെങ്കിൽ x is minus 3 by 2. Divide this equation throughout by 2, then you will get the value of x. So solving a linear equation is very simple. Now in this chapter we study how to solve a quadratic equation, that is a polynomial equation of degree 2. So what is a quadratic equation? Quadratic equation is a polynomial equation of degree 2. Polynomial equation of degree 2. That is of the form something into x square plus something into x plus some constant equal to 0. That is a polynomial equation of degree 2. So equation of the form f of x equal to 0, where f of x is a quadratic polynomial. Quadratic polynomial is a polynomial of degree 2. So how to solve such an equation? Okay, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം 3 കേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന്, ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, since this is a quadratic polynomial, a cannot be 0. a 0 ആയി കഴിഞ്ഞാൽ എന്താണ്? a 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is not quadratic അല്ലേ? a 0 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ഡിഗ്രി 2 അല്ല എന്നാവും. പിന്നെ അതിൻ്റെ ലോവർ പവേഴ്സ് ഓഫ് എക്സ് ആ ഇക്വേഷനിലുള്ളൂ. സോ ദാറ്റ് അതിൻ്റെ ഡിഗ്രി 2 അല്ല എന്നാവും. അപ്പോൾ ക്വാഡ്രാറ്റിക് അല്ല ഉണ്ടാവും. അപ്പോൾ a 0 അല്ല. സോ വി ക്യാൻ കൺസിഡർ ദി അതർ 2 കേസസ്. b 0 ആവുന്ന കേസും c 0 ആവുന്ന കേസും നമുക്ക് ആദ്യം ഒന്ന് കൺസിഡർ ചെയ്യാം. കേസ് 1. അപ്പോൾ c 0 ആണെങ്കിൽ then equation is of the form ax square plus bx equal to 0. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അറിയാം അല്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് നമ്പേഴ്സ് ഫോർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ സി ആണെന്ന് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്പേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ 102 ഇൻറ്റു സംതിങ് സേ 23 എന്ന് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 102 എന്നുള്ളതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 100 പ്ലസ് 2 എന്നുള്ളതെന്ന് ആലോചിച്ചാൽ 100 പ്ലസ് 2 ഇൻറ്റു 23 എന്നുള്ളത് പോലെ നമുക്ക് ചെയ്യാം അല്ലേ? നമുക്ക് എങ്ങനെ ചെയ്യാം? 23 ഇൻറ്റു 100 ആണ്, 23 ഇൻറ്റു 2 46 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ സം ചെയ്തിട്ട് 2346 ആണെന്ന് ആൻസർ എഴുതാം. അത് ആക്ച്വലി നമ്മൾ ഇൻ ഇഫക്റ്റ് എന്താ ചെയ്തത്? നമ്മൾ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ 23 ഇൻറ്റു 100ഉം പ്ലസ് 2 ഇൻറ്റു 23 ഈ ഒരു ലോ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോർ addition and subtraction of addition and multiplication of numbers. അപ്പോൾ ആ ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ എക്സിനെ ഇവിടെ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ടേം ഇസ് എ എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് എ ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. സെക്കൻഡ് ടേം ഇസ് ബി എക്സ്. സോ എക്സ് ഇസ് കോമൺ. ലൈക്ക് എ ബി പ്ലസ് എ സി എന്നുള്ള ഒരു സം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കോമൺ ടേം എ ക്യാൻ ബി ടേക്കൻ ഔട്ട് സൈഡ്. സോ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് എനിക്ക് എന്താ എഴുതാം? ഈ എക്സ് ഇൻറ്റു എക്സ് പുറത്തേക്ക് എടുത്താൽ എക്സ് ഇൻറ്റു ബാക്കി ഇവിടെ നിന്നുണ്ട് എ എക്സ് പ്ലസ് ബി ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് ബി 0. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ നമുക്കറിയാം നോൺ സീറോ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 0 ആവത്തില്ല. സോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ഒരു പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും 0 ആയിരിക്കും. ദാറ്റ് ഇസ് ഐദർ എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0 ആണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. എ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു minus b by a. So there are two
possible values for x equal to 0 or x is equal to minus b by a. So these are the roots of the equation. 0 and minus b by a are the roots of the equation. These are the solutions for the quadratic equation ax square plus bx is equal to 0. So that is the first case. Okay. For example of say 2x square plus 5x equal to 0. Solve. And then we will take x outside, then 2x plus 5 equal to 0, that is x equal to 0, or 2x plus 5 equal to 0, that is either x is equal to 0, or we take 2x equal to minus 5 or x is equal to minus 5 by 2. So these are the roots of this equation are 0 and minus 5 by 2, or we can write these are the solution x is equal to 0 and x is equal to minus 5 by 2 are the solutions of the quadratic equation 2x square plus 5x equal to 0. Okay. ശരിയാണോ നോക്കുന്നത് എങ്ങനെയാ x equal to 0 എന്ന് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് x equal to 0 കൊടുത്താൽ 2x square plus 5x 0 ആണ്. x equal to minus 5 by 2 എന്ന് കൊടുത്താലും 2x square plus 5x എടുക്കുമ്പോൾ 0 കിട്ടും. സോ these are the solutions. Okay, ഇതാണ് ഒരു കേസ്. സെക്കൻഡ് കേസ് ബിയും 0 ആണെന്ന് പറഞ്ഞു അല്ലേ. സെക്കൻഡ് കേസ് b 0 ആണെന്ന് വിചാരിക്കും. That is equations of the form ax square plus c equal to 0. In this case, you can write ax square as minus c. That is x square is minus c by a. So you can write what is x. X is plus or minus root of negative c by a. These are the solutions. Okay. For example, say 2x square plus 3 equal to 0. Solve. What will we do? 2x square equal to minus 3. So x square is equal to minus 3 by 2. Then what is x? X is plus or minus root of minus 3 by 2. You may write it as plus or minus root 3 by 2 I, since we write square root of minus 1 is denoted as I. But നമ്മുടെ applicable maths syllabus കോംപ്ലക്സ് റൂട്ടുള്ള ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കേസ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം. ഇൻസ്റ്റെഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈനുള്ള പ്രോബ്ലം ആണെന്നൊന്ന് വിചാരിക്കാം. സോ 2x square minus 3, then this becomes 2x square equal to 3, then this is x square is positive 3 by 2, so you will get plus or minus root of 3 by 2. These are the solutions of this equation. X is equal to positive or negative square root of 3 by 2. Okay. So these are the two cases when either C or B is 0. Now we consider the case when A, B and C are all non-zero. So this is the more general case, case 3. A, B and C are all non-zero. Okay. So again ഞാൻ ഇതിനെ വേണമെങ്കിൽ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാണ്. അത് ഡിവൈഡ് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ജനറൽ കേസ് ആലോചിക്കാം. ദാറ്റ് ഈസ് കൺസിഡർ ദ ഇക്വേഷൻ is ax square plus bx plus c equal to 0. A, B and C are all non-zero numbers. Okay. Then we find the product A into C. Okay. A into C കാണുന്നു. Then we split this number as 2 such that
So we find two numbers is that the product of these numbers is AC and the sum of these numbers is B. So we are going to find out two numbers. Say, say gamma and delta are two numbers such that their product is gamma into delta is AC and their sum is B. Okay. Then the roots of this equation will be given by alpha is equal to minus gamma by A and minus delta by A, where A is the coefficient of x square in the equation. Okay. For example, നമുക്ക് രണ്ട് particular cases കാണാം. ഒന്ന് ഒരു particular case ആണ് കേട്ടോ. ഒന്ന് A is 1, A 1 ആണെന്ന് വിചാരിക്കും. ഒരു സബ് കേസ്. Say for example, the equation is of the form x square plus bx plus c. So a c ക്ക് വരാൻ you have c here, a into c, a is 1, so you have c here. We split these ഈ നമ്പർ c-നെ നമ്മൾ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുകയാണ്, say ആൽഫയും ബീറ്റയും, such that ആൽഫ ബീറ്റ ഞാൻ പറഞ്ഞത് ഗാമ ഡെൽറ്റ എന്നാണ് അല്ലേ. So gamma and delta says that gamma plus delta is equal to B and gamma into delta is equal to C. ഇങ്ങനെ ഗാമ ഡെൽറ്റ കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ബി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, ഗാമ പ്ലസ് ഡെൽറ്റ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, സി എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു ഡെൽറ്റ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷനെ ശരിക്കും പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ഗാമ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഗാമ ഡെൽറ്റ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ഫസ്റ്റ് ടു ടേംസിനെ ഞാനിങ്ങനെ ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ അത് രണ്ടിലും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് എനിക്ക് എക്സിനെ പുറത്തേക്ക് എടുത്താൽ എക്സ് ഇസ് കോമൺ, ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ദെൻ എക്സ് പ്ലസ് ഗാമ എന്നെഴുതാം. തേർഡ് ആൻഡ് ഫോർത്ത് ടേമിൽ ഡെൽറ്റ ഇസ് കോമൺ, യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ദെൻ യു വിൽ ഗെറ്റ് എക്സ് പ്ലസ് ഗാമ. Now you can see that x plus gamma is common, so we can take it outside. So this is equal to x plus gamma into, then the remaining x is here and delta is here. So we can write this polynomial as a product x plus gamma into x plus delta. So your equation x square, your equation is ax square plus bx plus c equal to 0, and we have assumed that a is equal to 1 here. So your equation is actually x square plus bx plus c equal to 0, and we have factorized x square plus bx plus c എന്നുള്ള പോളിനോമിയലിനെയാണ് നമ്മൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്തത്, എക്സ് പ്ലസ് ഗാമ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ആണ് ഫാക്ടറൈസ് ചെയ്തത്. അപ്പോൾ ഇത് ആക്ച്വലി എക്സ് പ്ലസ് ഗാമ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ആണ്. So their product is 0 means non-zero numbers in a product is 0 ആവില്ല. So either one of them is 0. ഒന്നെങ്കിൽ എക്സ് പ്ലസ് ഗാമ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ 0 ആയിരിക്കണം. എക്സ് പ്ലസ് ഗാമ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എക്സ് ഇസ് നെഗറ്റീവ് ഗാമ. എക്സ് പ്ലസ് ഡെൽറ്റ 0 ആവണമെങ്കിൽ എക്സ് ഇസ് നെഗറ്റീവ് ഡെൽറ്റ. സോ ദ റൂട്ട്സ് ആർ, സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ. അതാണ് നമ്മളിവിടെ ഞാൻ പറഞ്ഞത്, റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എയും ബീറ്റ എന്ന് പറയാം റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. മൈനസ് ഗാമ ബൈ എയും ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ബൈ എയും ആണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഇവിടെ എ 1 ആയതുകൊണ്ട് റൂട്ട്സ് ആർ മൈനസ് ഗാമ ആൻഡ് മൈനസ് ഡെൽറ്റ, മൈനസ് ഗാമ ആൻഡ് മൈനസ് ഡെൽറ്റ. These are the roots. Okay, roots of the equation.
or solution എന്ന് പറഞ്ഞാൽ x is equal to minus gamma and x is equal to minus delta. ഇത് a equal to 1 ആവുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ഇത് തന്നെ a1 അല്ലെങ്കിലോ ഫോർ എക്സാമ്പിൾ a1 അല്ല എന്ന് വിചാരിക്കും. So this is another type. So if a is not 1, a not equal to 1 ആണെങ്കിൽ that equation is of the form ax square plus bx plus c equal to 0. Then we write the product, we find the product, we consider the product a into c. A into c എന്നുള്ള നമ്പറിനെ കൺസിഡർ ചെയ്യണം. ഈ എയും ഈ സിയും കൂടെ ഉള്ള പ്രോഡക്റ്റ് എടുത്തിട്ട് ആ നമ്പറിനെ കൺസിഡർ ചെയ്യുന്നു. വി സ്പ്ലിറ്റ് ദിസ് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഗാമ ആൻഡ് ഡെൽറ്റ. വി ഫൈൻഡ് ടു നമ്പേഴ്സ് ഇസ് ദാറ്റ് ഗാമയുടെയും ഡെൽറ്റയുടെയും പ്രോഡക്റ്റ് എ സി ആണ്. ഗാമ ഡെൽറ്റയും കൂടെ സം ചെയ്താൽ ബി കിട്ടണം. ഇങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് ഇതാണ്. നിങ്ങളുടെ റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എയും ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, മൈനസ് ഗാമ ബൈ എയും മൈനസ് ഡെൽറ്റ ബൈ എയും ആയിരിക്കും റൂട്ട്സ്. ഓക്കെ, അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ബി എന്ന് പറയുന്നത് ഗാമ പ്ലസ് ഡെൽറ്റ ആണ്. നമ്മൾ അങ്ങനത്തെ ഗാമ ഡെൽറ്റ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആക്ച്വലി ബി എന്ന് പറയുന്നത് ഗാമ പ്ലസ് ഡെൽറ്റ ആണല്ലോ. ഗാമ പ്ലസ് ഡെൽറ്റ ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് എ എക്സ് സ്ക്വയർ പ്ലസ് ഗാമ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് സി. അപ്പോൾ ഇതിൽ സേ ഞാൻ എക്സിനെ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഇവിടെ എ എക്സ് പ്ലസ് ഗാമ എന്ന് വരും. ആൻഡ് if we take this ax plus gamma outside here, you see that here it is, here a into c is same as gamma into delta. So your delta is actually ac divided by gamma. So if we take we can write this gamma as a into c by gamma, delta as a into c by gamma. So this you can write this as c by gamma c by gamma into x. ac by gamma is delta, correct? So this is true. Delta is nothing but this delta is, you can വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ എഴുതാം. This delta is nothing but a into c by gamma. So you can take the c outside or c by gamma outside to write like this. So you can write this as ax plus gamma into x is common here, c by gamma. So product your ax square plus bx plus c equal to 0 means ax plus gamma into x plus c by gamma equal to 0. That means either ax plus gamma equal to 0 or x plus c by gamma equal to 0. That is either x is equal to minus gamma by a or x is equal to minus c by gamma. This c by gamma is nothing but delta by a. So this is nothing but minus delta by a. So അതാണ് ഞാനിപ്പോൾ പറഞ്ഞ റൂട്ട്സ് മൈനസ് ഗാമ ബൈ എയും മൈനസ് ഡെൽറ്റ ബൈ എയും ആണെന്ന് പറഞ്ഞത്. ഈ തിയറി ഒരുപാട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു സെറ്റ് ടു എക്സ് സ്ക്വയർ ഞാനൊരു ഇക്വേഷൻ ചുമ്മാ എടുക്കുകയാണേ. മൈനസ് 10x പ്ലസ് 12 ഈക്വൽ ടു 0. സോൾവ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടത് ഇത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ഉണ്ട്. What is a here? A is 2, b is -10, c is 12. Okay, so a 1 ആണോ? a 1 അല്ല. Then you have to find what is ac. a into c, 2 into 12. ac is 2 into 12, 24. Now you have to split this 24 into 2 such that product is 24 and the sum is b. What is b? -10. So clearly -6 into -4 is positive 24 and the sum is -10. Then what are the roots? Alpha is equal to divided by this roots കിട്ടാൻ വേണ്ടിയിട്ട് ഈ -6ഉം -4ഉം ഇല്ലേ, അതിനെ നെഗറ്റീവ് കളയുക എന്നിട്ട് a കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. What is a here? a is 2. So these are the roots. Okay, ഞാൻ പറഞ്ഞു ആൽഫ എന്ന് പറയുന്നത് മൈനസ് ഗാമ ബൈ എയും ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ബൈ എയും ആണ്. What is gamma here? Gamma is -6. Delta is -4. Okay, so here what is alpha? Alpha is minus gamma by a, അതായത് minus of -6, 6 by a. What is a here? 2. Beta is -4, 4 by 2. You will get 3 and 2 are the roots. അതിൻ്റെ കാര്യം എന്താണ്? ഇതിങ്ങനെ എഴുതിയാൽ റൂട്ട്സ് കിട്ടി, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Solutions are x is equal to 3 and x is equal to 2. These are the solutions. Factorization വഴിയിട്ട് ഞാൻ ചെയ്യാം. ആക്ച്വലി അതിൻ്റെ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്താണ്? ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ 2x² minus 10x plus 12 എന്നുള്ള ഇക്വേഷൻ ആക്ച്വലി ആ പോളിനോമിയലിനെ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യണേ? 2x² minus 6x minus 4x എന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. എന്നിട്ട് ആദ്യത്തെ രണ്ട് ടേമിൽ 2x കോമൺ ആണ്, അത് പുറത്തേക്ക് എടുത്താൽ യു വിൽ ഗെറ്റ് x minus 3 ഹിയർ. അടുത്ത രണ്ട് ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അഗെയിൻ 2 അല്ലല്ലോ 4 പുറത്തേക്ക് എടുക്കാം. ഓക്കെ, 4 is common, 4 and 12. So you can take -4 outside, you will get x minus 3 here. So x minus 3 is common. So you can take x minus 3 outside. Then you can write 2x minus 4 as this. So this equation, this is equal to 0 means either x minus 3 equal to 0 or 2x minus 4 equal to 0. That is either x is equal to 3 or 2x equal to 4 or x is equal to 4 by 2. That is x is equal to 0. Thus we get the solution. അത് തന്നെയാണ് ഇവിടെ ഇത്രയൊന്ന് ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു എളുപ്പവഴിയിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഫാക്ടറൈസ് ചെയ്യാൻ ആണ് ഈ കേസസ് മുഴുവൻ പറഞ്ഞത്. ഈ ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ we can use a formula. That is the other method now. That is another method. ഞാൻ വേറൊരു മെത്തേഡായിട്ട് പറയാണ്. ഈ പറഞ്ഞതെല്ലാം ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണ മെത്തേഡ്സ് ഇപ്പോൾ പറഞ്ഞത് മെത്തേഡ് 1 ആണ്. ആദ്യം പറഞ്ഞ മെത്തേഡ് എന്താണ്? മെത്തേഡ് 1, ഇറ്റ് ഈസ് യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. എല്ലാ കേസിലും നമ്മൾ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി there is another method 2, that is using a formula. And അത് നിങ്ങൾക്ക് മിക്കവാർക്കും അറിയായിരിക്കും എന്താണ് ഫോർമുല. x is equal to minus b plus or minus root of b square minus 4ac divided by the whole divided by 2a. ഓക്കെ, ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക്, അതായത് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. നമുക്കിതിപ്പോൾ നമ്പേഴ്സ് ആണെങ്കിൽ അല്ല, മീൻസ് ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ നമുക്കിങ്ങനെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 24 കിട്ടണം, സം എടുക്കുമ്പോൾ -10 കിട്ടണം.
അത് -6 -4 ആയതുകൊണ്ട് ഓക്കെ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതുപോലെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 23 കിട്ടണം, സം എടുക്കുമ്പോൾ ഏതെങ്കിലും നമ്പർ 10 കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റില്ല. നമുക്കിത് ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആലോചിച്ച് പറഞ്ഞത്, ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട്. അതുപോലെ ഫ്രാക്ഷൻ ആണെങ്കിലോ ഇറാഷണൽ നമ്പേഴ്സ് ആണെങ്കിലോ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിലോ ഒന്നും നമുക്കിങ്ങനെ പെട്ടെന്ന് പ്രോഡക്റ്റ് ഇന്നതാണ് സം ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ട് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ എപ്പോഴും പറ്റണമെന്നില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ദെൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ABC ഏത് നമ്പർ ആയിക്കോട്ടെ, ഏത് നമ്പർ വന്നാലും എക്സ് എന്താണെന്നൊരു ജനറൽ ഫോമുല നമുക്ക് ഡിറൈവ് ചെയ്ത് വെച്ചാൽ പിന്നെ അത് മതിയല്ലോ. ആ ഫോമുല യൂസ് ചെയ്തിട്ട് ഏത് നമ്പർ ആണെങ്കിലും വ്യത്യാസമൊന്നുമില്ല, ആ ഫോമുലയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ. അപ്പം അങ്ങനെ ഒരു ഫോമുല ഡിറൈവ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് അല്ലേ. അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. അതായത് ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. a² + bx + c = 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിന് ഞാനൊന്ന് ഒരു പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് 4a എന്നുള്ള നമ്പർ വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 4a² x² + 4abx + 4a കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തല്ലേ, 4ac = 0. ഇതിൽ ഫസ്റ്റ് ടു ടേംസ് എന്താണ്, 4a² x² + 4abx. ഇതിനോട് എന്ത് കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവും, നമുക്കറിയാലോ. a + b the whole square is equal to a² + 2ab + b². അപ്പോൾ a² + 2ab എന്നുള്ളൊരു ടേം കണ്ടാൽ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ, ഇതിൻ്റെ a² എന്നുള്ളിടത്ത് ഇവിടെ എന്താണ്, 4a² x². അപ്പോൾ a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, a എന്ന് പറയുന്നതിന് പകരം നമുക്കിവിടെ ഉള്ളത് 2ax ആണ്, 2ax. 2abക്ക് പകരം അപ്പോൾ എന്താണുള്ളത്, 2ax × 2abക്ക് പകരം നമുക്കുള്ളത് 4abx. അതിൽ a എന്താണ്, 2ax ആണ്. അപ്പോൾ വാട്ട് ഇസ് b, ഇതിനെന്താ എഴുതാം, 2ax × 2b എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ് b എന്ന് പറയുന്നത് ഇവിടെ b തന്നെയാണ് ആണല്ലോ അല്ലേ. വാട്ട് ഇസ് a എന്ന് പറയുന്നത് 2ax ആണ്. അപ്പോൾ ഈ 2ax അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ 2b is 2b. അപ്പോൾ b എന്ന് പറയുന്നത് b തന്നെയുള്ളത്. അപ്പോൾ ഇതിനോട് എന്ത് കൂട്ടിയാലും ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. 2a² + 2ab b² കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവും അല്ലേ. ഇവിടെ 2abx അല്ലേ, അപ്പോൾ അതിനെ നമുക്ക് എന്തെങ്കിലും എഴുതാം, 2 times 2ax × b എന്ന് എഴുതാം, പ്ലസ് b² കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവും. ശരിയാണ്. അപ്പോൾ നമുക്ക് b² ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ b² ആഡ് ചെയ്തു, മൈനസ് ചെയ്തു, ഇക്വേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. സെയിം നമ്പർ ആഡ് ചെയ്യുകയും ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഇനി ഇത്രയും ടേംസ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാക്കും. ദാറ്റ് ഈസ് എന്താണ്, എന്തിൻ്റെ സ്ക്വയർ, അത് 2ax + bയുടെ സ്ക്വയർ ആണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത്. 4a² x² + 4abx + b², അത് ഇതിൻ്റെ സ്ക്വയർ ആണ്. പിന്നെ ബാക്കി എന്തൊക്കെയുണ്ട്, -b² + 4ac = 0. സോ വാട്ട് ഇസ് ദിസ് 2ax + b, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്താണ്, ഇത് ഇപ്പുറത്തേക്ക് എടുത്ത് നോക്കി, ദാറ്റ് ഇസ് b² - 4ac. സോ വാട്ട് ഇസ് 2ax + b? 2ax + b is nothing but the square root, positive or negative square root of b² - 4ac. So what is 2ax? 2ax is -b + or - root of b² - 4ac. Then what is x? X is -b + or - root of b² - 4ac divided by 2a. x കിട്ടിയില്ലേ, എയും ബിയും സിയും എന്താണെന്ന് അറിയാണ്ട് തന്നെ നമുക്ക് എക്സ് കിട്ടിയില്ലേ. അപ്പോൾ എയും ബിയും സിയും എന്ത് വന്നാലും, എന്ത് നമ്പർ വന്നാലും എനിക്ക് നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ ഫോമുലയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ എക്കും ബിയുടെയും സിയുടെ വാല്യൂ എടുത്താൽ ഏത് ABC ആയിക്കോട്ടെ, ഫ്രാക്ഷൻ ആയിക്കോട്ടെ, ഏത് റിയൽ നമ്പർ ആണെങ്കിലും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കിട്ടും. ഓക്കെ, എന്നാലും എനിക്ക് ഈ റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണതിനേക്കാളും എളുപ്പം
ചില കേസസിൽ ഫാക്ടറൈസേഷൻ ആണ്, പെട്ടെന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനെ ഈ ഒരു ഫോമിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങനെ നിർബന്ധമൊന്നും പറയണില്ല, ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിരിക്കുക. കാരണം ഏതൊരു ക്വാഡ്രാറ്റിക് അല്ല, ഏതൊരു nth ഡിഗ്രി പോളിനോമിയലിനെയും എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, പ്രോഡക്റ്റ് ഓഫ് n ലീനിയർ പോളിനോമിയൽ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫാക്ടറൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതെ, അങ്ങനെ പോളിനോമിയൽസിനെ ഫാക്ടറൈസ് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനും സോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്തിട്ട് 2x² പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് ജസ്റ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം, b² മൈനസ് 4ac എന്ന് പറയുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയാറ്. ആ ഡിസ്ക്രിമിനൻ്റ് വാല്യൂ നെഗറ്റീവ് വരികയാണെങ്കിൽ നിങ്ങളുടെ റൂട്ട്സ് സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ അതൊരു എന്ത് വരും, അതൊരു കോംപ്ലെക്സ് നമ്പർ ആയിട്ട് വരും. ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ, ഇഫ് ദിസ് ഇസ് നെഗറ്റീവ്, നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് എടുക്കുമ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്നുണ്ടല്ലോ, റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ എടുക്കുമ്പോൾ ഒരു കോംപ്ലെക്സ് നമ്പറാണ് വരിക. അപ്പോൾ കോംപ്ലെക്സ് റൂട്ട്സ് ഉള്ള ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനില്ല സിലബസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലംസിൽ b² മൈനസ് 4ac എന്നുള്ള ഡിസ്ക്രിമിനൻ്റിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് റൂട്ട്സ് എപ്പോഴും റിയൽ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു.